പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഗുരുവായൂർ ദർശനം ഭാഗ്യനിമിഷമെന്ന് പ്രധാനമന്ത്രി. നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ദേശീയ ശ്രദ്ധയാകർഷിച്ച് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. പുഷ്പവൃഷ്ടിയോടെ സ്വീകരിച്ച ആയിരങ്ങൾ. 1 മണിക്കൂറോളം ക്ഷേത്രത്തിൽ ചിലവഴിച്ച പ്രധാനമന്ത്രി പ്രധാന വഴിപാടായ മീനൂട്ട് നടത്തി. ജഡ്ജിയുടെ കാറിന് മുന്നിൽ കയറി അസഭ്യം പറഞ്ഞ കേസിൽ പ്രതികൾ പോലീസ് പിടിയിൽ. ചെറുതുരുത്തി സ്വദേശികളായ അലി, ബാബു, രമേശ് എന്നിവരാണ് അറസ്റ്റിലായത്. തുമ്പൂർമൊഴിയിൽ വനംവകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ ഉപയോഗശൂന്യമായി. 2 വർഷം മുൻപ് സ്ഥാപിച്ച ക്യാമറകളാണ് പ്രവർത്തനരഹിതമായത്. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണനെ കൺകുളിർക്കെ തൊഴുത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ ഒരുക്കിയിരുന്നത്. ബുധനാഴ്ച രാവിലെ 7:30 പ്രധാനമന്ത്രി ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡിൽ ഇറങ്ങിയത്. 7:42 ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ എത്തി. മുണ്ടും മേൽമുണ്ടും ധരിച്ച് 8 മണിയോടെ ക്ഷേത്രത്തിൽ എത്തി. നെയ്യും താമരപ്പൂവും സോപാനപ്പടിയിൽ സമർപ്പിച്ച് ഗുരുവായൂരപ്പനെയും ഉപദേവതകളെയും തൊഴുത് 17 മിനിറ്റ് ക്ഷേത്രത്തിൽ ചെലവഴിച്ചു. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭഗവത് പ്രസാദം നൽകി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ദർശനത്തിന് ശേഷം ദേവസ്വത്തിന്റെ ഭഗിയിൽ ശ്രീവത്സത്തിലെത്തി. കൂർത്ത ധരിച്ച് 8:34 വീണ്ടും ക്ഷേത്രനടയിൽ എത്തി. നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് അനുഗ്രഹം നൽകിയാണ് മോദി മടങ്ങിയത്. പ്രധാനമന്ത്രി ഗുരുവായൂരിൽ പ്രാർത്ഥിച്ചത് ഇന്ത്യയുടെ നന്മയ്ക്കായി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം മോദി തന്നെയാണ് ഇത് ട്വിറ്ററിൽ കുറിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ദൈവീകമായ ഊർജം അപാരമാണ്. ഓരോ ഇന്ത്യക്കാരനും സന്തോഷവും സമൃദ്ധിയുമായിരിക്കാൻ പ്രാർത്ഥിച്ചതായി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രിക്ക് ദേവസ്വം ഗുരുവായൂരപ്പന്റെ ശില്പവും ചുമർ ചിത്രവും സമ്മാനിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ചെങ്ങറ സുരേന്ദ്രൻ, മനോജ് B. നായർ, KR ഗോപിനാഥ് എന്നിവർ ചേർന്നാണ് പ്രധാനമന്ത്രിക്ക് ഉപഹാരം സമ്മാനിച്ചത്. തെക്കുമരത്തിൽ തീർത്ത ചതുർബാഹുവായ ഗുരുവായൂരപ്പന്റെ ദാരുശില്പം ശില്പി എളവള്ളി നന്ദനാണ് നിർമ്മിച്ചത്. ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രമാണ് ചുമർ ചിത്രം തയ്യാറാക്കിയത്. പ്രധാനമന്ത്രിയുടെയും താരനിരയുടെയും സാന്നിധ്യത്തിൽ ചലച്ചിത്ര നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം നടന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി വിവാഹവേദിയിൽ എത്തിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിലെ കല്യാണ മണ്ഡപത്തിലാണ് ചടങ്ങ് നടന്നത്. മാവേലിക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനാണ് ഭാഗ്യയുടെ വരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വധുവരന്മാർക്ക് വിവാഹമാല എടുത്തു നൽകിയത്. രാവിലെ 8:45 വിവാഹ ചടങ്ങ് ആരംഭിച്ചു. ഇലക്ട്രിക് കാറിലാണ് മോദി ക്ഷേത്രത്തിൽ എത്തിയത്. വിവാഹ മണ്ഡപത്തിലെത്തി നരേന്ദ്രമോദി വധുവരന്മാർക്ക് ആശംസകൾ അറിയിച്ചു. മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ഖുഷ്ബു, ദിലീപ് തുടങ്ങിയവരും കുടുംബസമേതം വിവാഹ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. ദേശീയ ശ്രദ്ധയാകർഷിച്ച് പ്രധാനമന്ത്രി പങ്കെടുത്ത ഗുരുവായൂരിലെ വിവാഹ ചടങ്ങ്. ഗുരുവായൂരിൽ വിവാഹിതരായ വധുവരന്മാർക്ക് പ്രധാനമന്ത്രി അക്ഷതം നൽകി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി വിവാഹ മണ്ഡപത്തിൽ എത്തി. കിഴക്കേ നടയിലെ 1-ാം നമ്പർ വിവാഹ മണ്ഡപത്തിലായിരുന്നു ചടങ്ങുകൾ. വധുവിന്റെ കൈ വരന് കൈമാറുന്ന പാണിഗ്രഹണം എന്ന കർമ്മം മോദി നിർവഹിച്ചു. ക്ഷേത്രം തന്ത്രി ചേന്നാസ് നമ്പൂതിരിപ്പാടും പ്രധാനമന്ത്രിക്കൊപ്പം കല്യാണ മണ്ഡപത്തിൽ ഉണ്ടായിരുന്നു. ഗുരുവായൂരിൽ വിവാഹിതരായ വധുവരന്മാർക്ക് മോദി അയോധ്യയിൽ നിന്നുള്ള അക്ഷതം കൈമാറി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുഷ്പവൃഷ്ടിയോടെ വരവേൽപ്പ്. രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി ഇതാദ്യമായി ദക്ഷിണേന്ത്യയിലെ പ്രധാന ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നുവെന്നതായിരുന്നു തൃപ്രയാറിനെ ശ്രദ്ധാകേന്ദ്രമാക്കിയത്. പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് എത്തിയത് തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേ മനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു. രാവിലെ 9 മണിവരെ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളെ ദർശനത്തിനായി പ്രവേശിപ്പിച്ചു. തുടർന്ന് ക്ഷേത്രം റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള തൊപ്പിയും ധരിച്ചെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ വർണ്ണ ബലൂണുകളും കൊടികളുമായി നിശ്ചിത സ്ഥാനങ്ങളിൽ അദ്ദേഹത്തെ വരവേൽക്കാനായി കാത്തുനിന്നു.
ഇതിനിടെ നേരത്തെ നിശ്ചയിച്ചതിലും 20 മിനിറ്റ് മുൻപ് തന്നെ പ്രധാനമന്ത്രി ഗുരുവായൂരിൽ നിന്ന് വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ ഹെലിപാഡിൽ വന്നിറങ്ങി. തുടർന്ന് കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡ് മുഖേന അതീവ സുരക്ഷയുള്ള വാഹനവ്യൂഹത്തിന്റെ അകമ്പടിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹോളി ജംഗ്ഷനിൽ പ്രവേശിച്ചു. ഇതോടെ മണിക്കൂറുകളോളം അദ്ദേഹത്തെ കാത്തുനിന്ന BJP പ്രവർത്തകർ പുഷ്പവൃഷ്ടിയുമായി ആഹ്ലാദാരവത്തോടെ വരവേറ്റു. ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശനും കമ്മീഷണർ C അനിൽകുമാറും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ഗോശാല കൃഷ്ണനും ശാസ്താവിനും ഗണപതിക്കും തേവർക്കും വെള്ളിക്കുടത്തിൽ അദ്ദേഹം നെയ്യ് സമർപ്പിച്ചു. തേവർക്ക് കദളിക്കുലയും 2 പൂപ്പാലികയിൽ താമരമുട്ടും തുളസിയും സമർപ്പിച്ചു. തുടർന്ന് തേവരുടെ നടയിൽ അനിഴം നക്ഷത്രത്തിൽ അഷ്ടോത്തര ശതവും പുരുഷ സൂക്തവും പുഷ്പാഞ്ജലിയും സമർപ്പിച്ചു. ക്ഷേത്രം മുഖമണ്ഡപത്തിൽ ആഞ്ജനേയർക്ക് മുന്നിൽ അദ്ദേഹം ദീപം തെളിയിച്ചു. ഈ സമയം തേവരുടെ നടയിൽ വെച്ച് ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമരയ്ക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശ്രീരാമ മന്ത്രങ്ങളടങ്ങിയ പത്രിക സമർപ്പിച്ചു. ക്ഷേത്ര ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രിക്ക് മുന്നിൽ രാമായണം, ഭജൻ, വേദിക് ശാന്തി ഭജൻസ് എന്നിവ 25 കുട്ടികൾ ചേർന്ന് അവതരിപ്പിച്ചത് 15 മിനിറ്റോളം അദ്ദേഹം ആസ്വദിച്ചു. തുടർന്ന് അദ്ദേഹം മടങ്ങാനൊരുങ്ങുന്നതിനിടെ തൃപ്രയാർ ക്ഷേത്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രത്യേക നിവേദനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ കൈമാറി. ഇതോടൊപ്പം തൃപ്രയാർ തേവർ പള്ളിയോടത്തിൽ പുഴ കടക്കുന്ന രൂപവും പ്രധാനമന്ത്രിക്ക് ഉപഹാരമായി സമ്മാനിച്ചു. TCV തൃപ്രയാർ. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർ നിർത്തി അഭിവാദ്യം ചെയ്തത് പ്രവർത്തകർക്ക് ആവേശമായി. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നതിനിടയിലാണ് പടിഞ്ഞാറെ ഭണ്ഡാരത്തിന് മുൻപിൽ കാർ നിർത്തി പ്രധാനമന്ത്രി കൈകൾ വീശി അഭിവാദ്യം ചെയ്തത്. ആയിരക്കണക്കിന് പേരാണ് റോഡിന് ഇരുവശങ്ങളിലുമായി തിങ്ങിക്കൂടി നിന്നിരുന്നത്. ജനങ്ങൾക്ക് മുന്നിൽ നിറഞ്ഞ പുഞ്ചിരിയുമായി കൈവീശി നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്രയായി. വടക്കാഞ്ചേരി പോക്സോ കോടതി ജഡ്ജി മിനിയുടെ കാറിന് മുന്നിൽ കയറി നിന്ന് അസഭ്യം പറഞ്ഞ കേസിൽ പ്രതികൾ പോലീസ് പിടിയിൽ. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ട തെക്കേക്കര മേൽവീട്ടിൽ അലി ബാബു, ഓട്ടോ ഡ്രൈവർ ചരൽപ്പറമ്പ്, പൂന്തോപ്പിൽ രമേഷ് എന്നിവരെയാണ് വടക്കാഞ്ചേരി പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി പോക്സോ ജഡ്ജി മിനി ഓടിച്ചു വന്നിരുന്ന കാർ പെട്ടെന്ന് റോഡിൽ നിന്നപ്പോൾ പുറകിൽ വന്നിരുന്ന ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന പ്രതികൾ ഇറങ്ങി വന്ന് അസഭ്യം പറയുകയായിരുന്നു. തുമ്പൂർമുഴിയിൽ വനംവകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ ഉപയോഗശൂന്യമായി. തുമ്പൂർമുഴി ഉദ്യാനത്തിന് സമീപം 2 വർഷം മുൻപാണ് വനപാലകർ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. ആനകൾ കടന്നു പോകുമ്പോൾ LED ബോർഡിൽ തെളിയുന്ന അപായ സൂചന പ്രകാരം റോഡിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതിനും ആനകൾ കടന്നു പോകുമ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നതിനുമായിരുന്നു നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നിശ്ചലമായ നിരീക്ഷണ ക്യാമറ സംവിധാനം കേടുപാട് തീർത്ത് പ്രവർത്തിപ്പിച്ചെങ്കിലും വീണ്ടും തകരാറിലാവുകയായിരുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് വടക്കാഞ്ചേരി മേഖലാ സമ്മേളനം VA വർഗീസ് ശശികുമാർ നഗറിൽ നടന്നു. ഹോട്ടൽ ഡിലീസ റെസിഡൻസിയിൽ നടന്ന സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് PK വിജയൻ അധ്യക്ഷനായിരുന്നു. COA സംസ്ഥാന ട്രഷറർ PS സിബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി PM റഷീദ് മേഖലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ വിനോദ് T മാത്യു സാമ്പത്തിക റിപ്പോർട്ടും അഹമ്മദ് സിജിത്ത്, മധുസൂദനൻ എന്നിവർ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ്, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, VP ബിജു, കേരള വിഷൻ ചെയർമാൻ PM നാസർ, അമ്പലപ്പാട്ട് മണികണ്ഠൻ, VP മധു, PS ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. COA വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റായി PK വിജയനെയും സെക്രട്ടറിയായി PS ശ്രീജിത്തിനെയും ട്രഷററായി മനോജ് കുമാറിനെയും തെരഞ്ഞെടുത്തു. വടക്കാഞ്ചേരി നഗരസഭയുടെ സർവ്വശുദ്ധി മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ പരിധിയിൽ നടക്കുന്ന പൂരങ്ങൾ, പെരുന്നാളുകൾ, വിവാഹങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവ പൂർണ്ണമായും ഹരിതചട്ടം കർശനമായി പാലിച്ച് നടത്തുന്നതിന് തീരുമാനമായി. ആഘോഷ പരിപാടികളുടെ ബാനറുകൾ അടിക്കുന്നത് മുതൽ കൊടിത്തോരണങ്ങൾ അഴിക്കുന്നത് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ഹരിത നിയമങ്ങൾ പാലിക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം ഉറപ്പാക്കും. ഇനി മുതൽ നഗരസഭയിൽ നടത്തപ്പെടുന്ന വിവാഹങ്ങളും മറ്റ് ആഘോഷങ്ങളും നഗരസഭയെ മുൻകൂട്ടി അറിയിച്ച് അനുമതി വാങ്ങണം. ഹരിതചട്ടം പാലിക്കാത്തവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭ സെക്രട്ടറി അറിയിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭ കൗൺസിൽ ഹാളിൽ നടന്ന യോഗത്തിൽ പൂരം പള്ളി കമ്മിറ്റി ഭാരവാഹികൾ, ഓഡിറ്റോറിയം ഉടമകൾ, ജനപ്രതിനിധികൾ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
സ്കൂളുകളിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയപ്പോൾ പഠന നിലവാരവും ഉയർന്നുവെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ 2 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച +2 ഹൈടെക് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ അഷ്റഫ്, തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ തുടങ്ങിയവർ പങ്കെടുത്തു. in Malayalam, Standard 7. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ അറസ്റ്റിലായ 2 SFI പ്രവർത്തകർക്ക് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു. ITI വിദ്യാർത്ഥികളായ പട്ടാമ്പി സ്വദേശി ഷമീം, കാഞ്ഞൂർ സ്വദേശി ഗ്യാനേഷ് എന്നിവർക്കാണ് ഉപാധികളോടെ ജില്ലാ സെഷൻസ് ജഡ്ജി സയ്യിദലവി ജാമ്യം നൽകിയത്. കഴിഞ്ഞ ഡിസംബർ 22-നായിരുന്നു ഗവൺമെന്റ് ITIക്ക് സമീപം പോലീസ് ജീപ്പ് അടിച്ച് തകർത്തത്. സംഭവത്തിൽ 12 പേരാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിലായത്. എളനാട് 33 kV സബ്സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനവും നിർമ്മാണം പൂർത്തീകരിച്ച 33 kV പഴയന്നൂർ ചേലക്കര പുതിയ ലൈനിന്റെ വൈദ്യുതീകരണത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് വി മുരുകദാസ്, പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PM അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ 3ാം താലപ്പൊലി നാളിൽ പകൽ എഴുന്നള്ളിപ്പ് നടന്നു. തെക്കേനടയിലെ കുരുമ്പയമ്മയുടെ സന്നിധിയിൽ നിന്നും ആരംഭിച്ച എഴുന്നള്ളിപ്പിൽ നായരമ്പലം രാജശേഖരൻ കോലമേന്തി. എഴുന്നള്ളിപ്പിന് മറ്റൂർ വേണുഗോപാലമാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യവും പെരുവനം പ്രകാശന്റെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളവും അകമ്പടിയായി. മറ്റത്തൂർ കോടാലി മോനുടി റോഡിലുള്ള കലുങ്ക് പാലങ്ങൾ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സ്വകാര്യ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ ദിനംപ്രതി കടന്നു പോകുന്ന റോഡിലെ കലുങ്ക് പാലങ്ങൾ പലതും കാലപ്പഴക്കം മൂലം ദുർബലമായ നിലയിലാണ്. കോടാലി വെള്ളിക്കുളങ്ങര റോഡിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതും കടമ്പോട് മാങ്കുറ്റിപ്പാടം വഴിയാണ്. മാങ്കുറ്റിപ്പാടം മുതൽ കടമ്പോട് പുളിന്തറ വരെയുള്ള ഭാഗത്താണ് ചെറിയ കലുങ്ക് പാലങ്ങൾ ഉള്ളത്. ഇവയിൽ പലതിനും 40 വർഷത്തോളം പഴക്കമുണ്ട്. പാലങ്ങളുടെ ഇരുവശത്തുമായി നിർമ്മിച്ചിട്ടുള്ള കരിങ്കൽ കെട്ട് ഇടിഞ്ഞ് നാശോന്മുഖമായ അവസ്ഥയിലാണ്. ചേർപ്പ് മുത്തുള്ളിയാലിൽ നിയന്ത്രണമിട്ട കാർ 4 സ്കൂട്ടറുകളിലും സൈക്കിളിലും ഇടിച്ച് അപകടം. റോഡരികിലെ വീട്ടുമതിലിൽ ഇടിച്ചാണ് കാർ നിന്നത്. അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ പെരുമ്പുള്ളിശ്ശേരി ചിറക്കൽ വീട്ടിൽ ജയചന്ദ്രന് സാരമായി പരിക്കേറ്റു. തെറ്റായ ദിശയിൽ കയറി വന്ന കാർ സ്കൂട്ടറുകളിൽ ഇടിക്കുകയായിരുന്നു. സ്കൂട്ടറിനും കാറിനും ഇടയിൽ കുടുങ്ങിപ്പോയ ജയചന്ദ്രനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CITU നിയന്ത്രണത്തിലുള്ള അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ കൊടകര അഡീഷണൽ പ്രൊജക്ട് മേഖലാ കൺവെൻഷൻ കൊടകരയിൽ നടന്നു. CITU കൊടകര ഏരിയ പ്രസിഡന്റ് AV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PA അനിത അധ്യക്ഷയായിരുന്നു. PC ഉമേഷ്, MK മോഹനൻ, UG വാസന്തി, EC ഗ്രീഷ എന്നിവർ സംസാരിച്ചു. എളവള്ളി പറക്കാട് പുല്ലാനിപ്പറമ്പത്ത് റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച് നാട്ടുകാർക്ക് തുറന്നു നൽകി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഷീല മുരളി, തൊഴിലുറപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ CS ശ്രുതി തുടങ്ങിയവർ സംസാരിച്ചു. അതിന്റെ ഏറ്റവും വലിയ തൊഴിലുറപ്പ് ഏകദേശം 1.5 കോടി രൂപ ചെലവ് മദ്ദള കലാനിധി കടവല്ലൂർ അരവിന്ദാക്ഷൻ സ്മാരക പുരസ്കാരത്തിന് അർഹനായ മദ്ദള കലാകാരൻ നെല്ലുവായി മുരളിയെ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി ആദരിച്ചു. വാർഡ് മെമ്പർ MC ഐജു ഷാൾ അണിയിച്ചു. UDF കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉപഹാര സമർപ്പണം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് NK കബീർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി, CK നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു.
വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നു. കൗൺസിൽ ഹാളിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. അടുത്ത സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കുന്ന വാർഷിക പദ്ധതികളുടെ കരട് യോഗം ഐക്യകണ്ഠേന അംഗീകരിച്ചു. യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ MR അനൂപ് കിഷോർ, സ്വപ്ന ശശി, AM ജമീലാബി, CV മുഹമ്മദ് ബഷീർ എന്നിവർ പങ്കെടുത്തു. ചേലക്കര പഞ്ചായത്തിലെ പുലാക്കോട് 193 നമ്പർ റേഷൻ വിതരണ കേന്ദ്രത്തിൽ ആരംഭിച്ച K-സ്റ്റോറിന്റെ ഉദ്ഘാടനം മന്ത്രി K രാധാകൃഷ്ണൻ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H ഷലീൽ അധ്യക്ഷനായിരുന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ചേലക്കര നിയോജകമണ്ഡലത്തിലെ മൂന്നാമത്തെ K-സ്റ്റോർ 2023 മെയ് 10 ഒരുക്കിയുമാണ് സംസ്ഥാന സർക്കാരിന്റെ. കൊടുങ്ങല്ലൂരിൽ താലപ്പൊലി ആഘോഷത്തിനിടെ CPM നേതാവായ ക്ഷേത്രോപദേശക സമിതി അംഗത്തെ മർദ്ദിച്ചതായി പരാതി. CPM ലോക്കൽ കമ്മിറ്റി അംഗവും ടൗൺ ബാങ്ക് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് കാരൂർ നന്ദകുമാറിനാണ് മർദ്ദനമേറ്റത്. എഴുന്നള്ളിപ്പ് നടക്കുന്നതിനിടെ അപരിചിതനായ യുവാവ് തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് നന്ദകുമാർ പറഞ്ഞു. പരിക്കേറ്റ നന്ദകുമാറിനെ കൊടുങ്ങല്ലൂർ മെഡിക്കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ജില്ലയിൽ ചെറുവിമാനത്താവളം നിർമ്മിക്കാനുള്ള പദ്ധതി കടലാസിൽ ഒതുങ്ങുന്നു. പ്രവാസികൾക്കും തീർത്ഥാടകർക്കും ഒരുപോലെ പ്രയോജനപ്രദമായ ചെറുവിമാനത്താവളം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സാംസ്കാരിക തലസ്ഥാനവും മധ്യജില്ലയുമായ തൃശൂരിൽ മിനി എയർപോർട്ട് നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ കാലപ്പഴക്കമുണ്ട്. ഇതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിവെച്ചിരുന്നുവെങ്കിലും ഇതുവരെ എങ്ങുമെത്തിയിട്ടില്ല. പുഴയ്ക്കൽപ്പാടത്ത് വിമാനത്താവളം നിർമ്മിക്കാൻ 1988 തൃശൂർ കൗൺസിൽ യോഗം പ്രമേയം പാസാക്കിയിരുന്നു. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരുന്നെങ്കിലും അതെല്ലാം ചുവപ്പ് നാടകളിൽ കുടുങ്ങി. ഗുരുവായൂരിന്റെ സമീപ പ്രദേശങ്ങളിൽ മിനി എയർപോർട്ട് നിർമ്മിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ ഗുരുവായൂർ എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റി രൂപീകരിച്ചിരുന്നു. ഇവരുടെ ശ്രമഫലമായി 2010 എയർപോർട്ട് അതോറിറ്റിയുടെ വിദഗ്ധ സംഘം അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനായി പരിശോധന നടത്തി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചാവക്കാട് ദ്വാരക കടപ്പുറത്തെ 12 ഏക്കർ സ്ഥലം അനുയോജ്യമാണെന്ന് എയർപോർട്ട് അതോറിറ്റി ജനറൽ മാനേജർ രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തിയിരുന്നു. ദേവസ്വത്തിന്റെ അനുമതി ലഭിച്ചാൽ 6 മാസത്തിനകം ഹെലിപോർട്ടിന്റെ നിർമ്മാണം തുടങ്ങുമെന്ന് അന്നത്തെ MP ആയ PC ചാക്കോ പ്രഖ്യാപിച്ചു. കണ്ടാണശ്ശേരി ചൊവ്വല്ലൂർ പാടം, പാവറട്ടി പെരുവല്ലൂർ പാടം, പൂക്കോട് കുട്ടാടൻ പാടം എന്നീ സ്ഥലങ്ങളും അനുയോജ്യമായ സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിരുന്നു. ഈ സ്ഥലങ്ങളിലെല്ലാം സംഘം സന്ദർശനം നടത്തുകയും മിനി എയർപോർട്ട് അനിവാര്യമാണെന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്തതാണ്. എന്നാൽ ഇതെല്ലാം ഫയലിൽ മാത്രം ഒതുങ്ങി. എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റിയുടെ നിരന്തര ശ്രമഫലമായി ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് സാധ്യതാ പഠനത്തിന് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തി 2017 ഉത്തരവിറക്കിയിരുന്നു. തുടർ നടപടികളൊന്നും ആയിട്ടില്ല. ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റി ചെയർമാൻ രവി പനക്കൽ ആവശ്യപ്പെട്ടു. സുപ്രധാന തീർത്ഥാടന നഗരമായ ഗുരുവായൂരിൽ ഒരു മിനി എയർപോർട്ട് വേണമെന്ന ആവശ്യവുമായി ഗുരുവായൂർ എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റി അനവധി വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. ഇതിനെ തുടർന്ന് 2017 കേരള സർക്കാർ എയർസ്ട്രിപ്പിന് വേണ്ടി ഉത്തരവ് ഇറങ്ങിയിരുന്നെങ്കിലും ഇതിനു വേണ്ട നടപടികൾ പുരോഗമിച്ചിട്ടില്ല. അതിനാൽ അടിയന്തരമായി ഗുരുവായൂരിൽ ഒരു മിനി എയർപോർട്ട് വരുന്നതിന് വേണ്ട നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഗുരുവായൂരിന്റെ സമീപ പ്രദേശങ്ങളിൽ മിനി എയർപോർട്ട് നിർമ്മിച്ചാൽ തീർത്ഥാടകർക്ക് ഏറെ ഗുണപ്രദമാകും. ഇക്കാര്യം ആവശ്യപ്പെട്ട് എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റി പ്രധാനമന്ത്രി അടക്കമുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. TCV ഗുരുവായൂർ. പൊയ്യ പഞ്ചായത്ത് വികസന സെമിനാർ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഡൈസി തോമസ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നായ്സൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AA അഷ്റഫ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK കുട്ടൻ എന്നിവർ പങ്കെടുത്തു. ജനുവരി 22 നടക്കുന്ന അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി പുന്നൂർ പഞ്ചായത്തിലെ കർസേവകരെ ആദരിച്ചു. രവി പൊന്തയിൽ, കുട്ടൻ കുഴക്കാണി, ചന്ദ്രൻ തൊട്ടുപുറത്ത്, VS കുട്ടൻ എടക്കര എന്നിവരെയാണ് ആദരിച്ചത്. ദയാനന്ദൻ മാമ്പുള്ളി ഉദ്ഘാടനം ചെയ്തു. പാവിട്ടക്കുളങ്ങര ക്ഷേത്രം പ്രസിഡന്റ് വിജയൻ കാരയിൽ അധ്യക്ഷനായിരുന്നു. എളവള്ളി കടവല്ലൂർ റെയിൽവേ ഗേറ്റിനോട് ചേർന്ന് നീതി ടീ സ്റ്റാൾ ആരംഭിച്ചു. കുടുംബശ്രീ അംഗങ്ങളായ 3 വനിതകൾക്കാണ് ടീ സ്റ്റാളിന്റെ നടത്തിപ്പ് ചുമതല. നീതി സ്റ്റാളിന്റെ ഉദ്ഘാടനം എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. വികസന സ്ഥിര സമിതി ചെയർമാൻ KD വിഷ്ണു അധ്യക്ഷനായിരുന്നു. പഞ്ചായത്താണ് ഇതിനുമായി ബന്ധപ്പെട്ട
ഢാണ ചന്തക്കുന്ന് വികസനത്തിന്റെ ഭാഗമായി ഭൂമി വിട്ടു നൽകുന്നവർക്ക് നഷ്ടപരിഹാര തുക ലഭ്യമാക്കുന്നതിനായി ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷനിൽ പ്രത്യേക ഓഫീസ് ഒരുക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. ജനുവരി 29, 30, 31 തീയതികളിലാണ് ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം നഷ്ടപരിഹാര തുക ലഭ്യമാക്കുന്നതിനായി വസ്തുവിന്റെ അസൽ രേഖകൾ ഹാജരാക്കേണ്ടത്. ഇതിനു മുന്നോടിയായി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട മുഴുവൻ സംശയങ്ങളും പരിഹരിക്കുന്നതിനും നേരത്തെ രേഖകൾ കൈവശമുള്ളവർക്ക് അത് സമർപ്പിക്കുന്നതിനുമാണ് പ്രത്യേക ഓഫീസ് ആരംഭിക്കുന്നത്. ഈ മാസം 22 രാവിലെ 10 മുതൽ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് അധ്യാപന രംഗത്ത് ആധുനിക പരിശീലനം നടത്തുന്ന 50 അധ്യാപകർക്ക് US ഗവൺമെന്റ് നൽകുന്ന ഫുൾ ബ്രൈറ്റ് ഡിസ്റ്റിങ്ഷൻ അവാർഡ് പുത്തൂർ മാന്നാമംഗലം സ്വദേശി വെട്ടുവേലിക്കുടി വീട്ടിൽ ബെന്നി വർഗീസ് അർഹനായി. ഈ വർഷം ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളിയാണ് ബെന്നി വർഗീസ്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഗോവയിലെ നവോദയ ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ ഓഫീസറാണ് ബെന്നി. ടോയ് ബേർഡ്സ് പെഡഗോജി ഫോർ എൻജോയബിൾ ലേണിംഗ് ഓഫ് മാത്സ് എന്ന പ്രൊജക്റ്റാണ് ഇദ്ദേഹത്തെ അംഗീകാരത്തിന് അർഹനാക്കിയത്. 2016 അധ്യാപകർക്കുള്ള ദേശീയ ICT അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഗുരുവായൂർ ദർശനം ഭാഗ്യനിമിഷമെന്ന് പ്രധാനമന്ത്രി. നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ദേശീയ ശ്രദ്ധയാകർഷിച്ച് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. പുഷ്പവൃഷ്ടിയോടെ സ്വീകരിച്ച ആയിരങ്ങൾ. 1 മണിക്കൂറോളം ക്ഷേത്രത്തിൽ ചിലവഴിച്ച പ്രധാനമന്ത്രി പ്രധാന വഴിപാടായ മീനൂട്ട് നടത്തി. ജഡ്ജിയുടെ കാറിന് മുന്നിൽ കയറി അസഭ്യം പറഞ്ഞ കേസിൽ പ്രതികൾ പോലീസ് പിടിയിൽ. ചെറുതുരുത്തി സ്വദേശികളായ അലി ബാബു, രമേശ് എന്നിവരാണ് അറസ്റ്റിലായത്. തുമ്പൂർ മൊഴിയിൽ വനംവകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ ഉപയോഗശൂന്യമായി. 2 വർഷം മുൻപ് സ്ഥാപിച്ച ക്യാമറകളാണ് പ്രവർത്തനരഹിതമായത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.